ജൂഡിന്റെ നേതൃത്വത്തിൽ മാസ്ക് സോങ് ആരംഭിക്കുന്നു. മാസ്ക് ധരിച്ചവരുടെ കൂട്ടത്തിൽ താനുണ്ടെന്നും ഗീതികയെ കാണാൻ താല്പര്യമുണ്ടെന്നുമുള്ള അജ്ഞാതന്റെ ഫോൺ സന്ദേശം ഗീതികയ്ക്ക് വരുന്നു. ഗീതിക ഒരു മുറിയിൽ അയാളെ കാണാൻ കാത്തുനിൽക്കുന്നു. അജ്ഞാതൻ വരുന്നു. അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു. മൽപ്പിടുത്തത്തിനിടയിൽ ഒരു ട്രോഫി കൊണ്ട് ഗീതിക അജ്ഞാതന്റെ തലയിലടിക്കുന്നു. അവൾ അമ്മയോട് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നു. ഭദ്ര അജ്ഞാതന്റെ മാസ്ക് മാറ്റുന്നു. അവർ അജ്ഞാതനെ കണ്ട് ഞെട്ടുന്നു. എല്ലാവരും പോകാൻ തുടങ്ങുന്നു. പിറ്റേന്ന് രാവിലെ കായലിൽ ഒരു ശവം പൊങ്ങിക്കിടക്കുന്നത് നാട്ടുകാർ കാണുന്നു. അവർ ശ്രീദേവിയെ വിവരമറിയിക്കുന്നു. തുടർന്ന് കാണുക. എന്തോ അമ്മ എവിടെ? എന്തോന്നറിയില്ല, വാ നോക്കാം. നിങ്ങളുടെ ആരെങ്കിലാണോ? ഒന്ന് പരിചയം നോക്കിയേ. ഒരു മുഖപരിചയം ഇല്ലല്ലോ. ആരാണോ എന്തോ. ഈശ്വര, ഏത് വീട്ടിലെ പയ്യനാണോ ആവോ? ടീച്ചറേ, ഇത് ആരെന്ന് നോക്കിയേ. വല്ല പരിചയം ഉണ്ടോ? എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. ഇവളെന്താ ഇങ്ങനെ മോന്തെ വീർപ്പിച്ചോണ്ടിരിക്കുന്നു? ജൂഡിനോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല. കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാത്തതിന്റെ വിഷമം. ആ, അതിന് അവൻ ആ വർക്ക് ഇൻവോൾവ് ആയിട്ട് ചെയ്യട്ടെ. നീ പിണങ്ങിയിരുന്ന അവൻ അത്രയും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അവന്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. നീ ഇന്ന് തന്നെ വിളിച്ച് പിണക്കം മാറ്റി ഒരു ബെസ്റ്റ് വിഷസ് ഒക്കെ പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതല്ലെങ്കിലും ഞാൻ പറയും. ആ, പിന്നെ ഈ കല്യാണം ഒരു 2 ദിവസം അങ്ങോട്ട് മാറിയനേ വേറെ കാരണം ഉണ്ടാവും. ഈ ഇന്ത്യൻ മ്യൂസിക്കിന്റെ അവാർഡ് കിട്ടിയാലേ അവൻ ആരാ പിന്നെ? ഒരു നാഷണലി നോൺ സെലിബ്രിറ്റിയാ. അവനെ കെട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്സാര കാര്യമാണോ? നീയൊന്ന് സൂക്ഷിച്ചോണേ. അപ്പോ ഫീമെയിൽ ഫാൻസൊക്കെ അങ്ങ് കൂടും. ചെറുക്കനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അല്ലേ ഭദ്രേ? പലപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നതാ. എനിക്ക് കിട്ടിയ സംസ്ഥാന അവാർഡ് ശരിക്കും അവൻ ഡിസേർവ് ചെയ്യുന്നതാ. അത് അവൻ്റെ സോങ് ആയിരുന്നു, അവൻ്റെ വർക്കായിരുന്നു. ഞാൻ അവനോടും അത് പറഞ്ഞിട്ടില്ല. അതവൻ അറിയാവുന്ന. 8ാമത്തെ വയസ്സിൽ അവൻ കീബോർഡ് വായിക്കുന്ന കണ്ടപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായതാ അവൻ്റെ കഴിവ്. എനിക്ക് അഭിമാനം. അവനെപ്പോലെ ഒരാളുടെ വളർച്ചയിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഭാഗമാകാൻ പറ്റിയല്ലോ. ആ, പിന്നെ വേറൊരു കാര്യം. ഇന്ന് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് സർപ്രൈസ് ആയിട്ടൊരു കാര്യം അനൗൺസ് ചെയ്യാനിരുന്നതാ. കറണ്ട് പോയതുകൊണ്ട് അതങ്ങ് കുളവായി. എന്താ അച്ഛാ? ആ, അത് ഞാൻ നിന്നോട് പറയാം. പക്ഷെ അവനോട് ഇതെനിക്ക് തന്നെ പറയണം. നീ പോയി പറഞ്ഞ് സസ്പെൻസ് കളയരുത്. ഇല്ല അച്ഛാ, കാര്യം പറ. ഒരു വലിയ പ്രോജക്റ്റ്, ഒരു മൾട്ടി ലിംഗ്വൽ ഹൈ ബഡ്ജറ്റ് ഫിലിം, മ്യൂസിക്കൽ സബ്ജക്റ്റാ. മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ, പ്രമുഖ താരങ്ങൾ. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയാവോ? നമ്മുടെ ജൂഡ്. ദൈവമേ, സത്യാണോ? ആ, അവൻ ആ പടം ചെയ്ത പിന്നെ അവൻ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. അവരവനെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. ആണോ അച്ഛാ? ശരിയാണോ? ആ,
എല്ലാം നന്നായിട്ട് വരിക, എല്ലാം ശരിയായിട്ട് വരിക. എനിക്ക് എൻ്റെ 2 മക്കളെ പറ്റി ഓർത്തിപ്പോൾ അഭിമാനം തോന്നുന്നു. 2 പേരുടെയും ജീവിതം, അപ്പവും മോളും, 2 പേർക്കും ഇനി അങ്ങോട്ട് നല്ല കാലമാണ്. നമുക്കിനി നല്ല സമയമാണ്, അല്ലേ പത്രേ? ആ ട്രീസയ്ക്കൊക്കെ ഇവരുടെ മാരേജ് ഫംഗ്ഷൻ നന്നായിട്ട് നടത്തണമെന്ന് തന്നെയാണ്. ഒരു നല്ല ഗെറ്റ് ടുഗദർ. നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്ന പത്രേ? ഓ, തിരുമേനി എഴുതിയ മുഹൂർത്തം തെറ്റിയതിന് വിഷമമായിരിക്കും അല്ലേ? അത് നീ പേടിക്കണ്ട, ഞാൻ തന്നെ ഒരു നല്ല സമയം നോക്കി കുറിച്ചോണ്ട് വരാം. പിന്നെ ഇനി നിനക്ക് തന്നെ അങ്ങേരെ കണ്ടു അത് ഉറപ്പ് വരുത്തിയിട്ടേ പറ്റത്തുള്ളെങ്കിൽ അതും ആകാം. എന്നിട്ട് തൻ്റെ മുഖം അങ്ങോട്ട് തെളിയുന്നില്ലല്ലോടൂ. ആ, മോള് പിന്നെ പണ്ടേ അങ്ങനെയാ, കാറി കയറിയ അപ്പം തുടങ്ങും ഉറക്കം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ താനിങ്ങനെ ഡള്ളാകാതെടൂ. അമ്മയെ ഞാൻ ഇപ്പൊ ചിരിപ്പിക്കാച്ചാ. ഞാൻ മറ്റേ കാര്യം അമ്മോട് പറയട്ടെ. ഏത്? മറ്റേ കഥ, അമ്മേനെ അച്ഛൻ വട്ടാക്കിയില്ലേ, അന്നത്തെ കഥ. ഓഹോ, അയ്യോ അത് പറയല്ലേ. അത് പറഞ്ഞാ നിന്റെ അമ്മ ശരിക്കും ഭദ്രയാവേ. ഇതെന്തോന്ന് വെച്ചാ അമ്മയുടെ ഈ റിയാക്ഷൻ? അങ്ങോട്ട് പോരല്ലോ. അമ്മയുടെ കണ്ണട എവിടെ പോയി? കണ്ണട അതിന്റെ ലെൻസ് ഇളകിപ്പോയി. ആ, അത് പറ, ചുമ്മാതല്ല. അമ്മക്കേ ഒന്നും കാണാൻ പറ്റുന്നില്ല മോളെ. കണ്ണടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, അമ്മയുടെ വക ഒരു കണ്ണട കോമഡി ഉണ്ട്. അതെന്തു വെച്ചാ പുതിയ കോമഡി? ആ, അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. അത് കേട്ടാലെങ്കിലും നിന്റെ അമ്മയൊന്ന് ചിരിക്കുമോന്ന് നോക്കട്ടെ. ആ സാറേ, ഈ വഴി വരൂ സാർ. അങ്ങോട്ട് ഒന്ന് മാറിക്ക് മാറി നിക്കടോ. സാർ. എന്തിനാ കിടന്ന് തള്ളണത്? മാറില്ലടാ അങ്ങോട്ട്. സാർ, ബോഡി അവിടെയാണ് സാർ. ഇതാ. ഇവിടെ ആരാ താമസം? ആരുടെ ഇവിടെ താമസം? ടീച്ചറാ. ടീച്ചറോ? ഡാൻസ് ടീച്ചറാ. അവരുണ്ടോ അവിടെ? ഉണ്ട് സാർ. കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഇത് കൊട്ടേഷൻ തന്നെ. കുറെ ദിവസത്തേക്ക് എന്തായാലും പണികളായി. നല്ല ചെറുപ്പം കേട്ടാ. അരിമാന്ത പയ്യൻ. സാർ, ഇവരാണ് സാർ. ഒന്ന് പിടിച്ചു കേട്ടണോ? ശരി സാർ. ഇത് നിങ്ങളുടെ വീടാണോ? അതെ. എന്താ പേര്? ശ്രീദേവി. ഇത് മോളാണോ? അതെ. നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അവിടെ? അതെ സർ. ഭർത്താവ് എവിടെ? മരിച്ചുപോയി. ഇത് നിങ്ങളുടെ സ്വന്തം വീടാ? ഉം. ആ ബോഡി ആരുടേതാണെന്ന് അറിയാമോ? അത് ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകൾ വിവാഹം കഴിക്കാനിരുന്നത് ജൂഡിനെയാണ്. അയാളുടെ പേരെന്താ പറഞ്ഞ? ജൂഡ് സേവിയർ. ജൂഡ് സേവിയർ എവിടത്തുകാരനാ? അത് ഇവിടുത്തുകാരൻ തന്നെയാ. മ്യൂസീഷ്യനാ. സിറ്റിയിൽ ഒരു മ്യൂസിക് ഷോപ്പിലാ. എന്തായിരുന്നു ഇന്നലെ ഇവിടുത്തെ ഫംഗ്ഷൻ? മകളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. ഏത് മോള്? ഇവളുടെ. എനിക്കൊരു മോളേ ഉള്ളൂ. അപ്പോ ഈ കണ്ട ബോഡി ആ കല്യാണ ചെറുക്കൻ്റെതാ അല്ലേ? അയ്യോ അല്ല സർ, ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോള് കല്യാണം കഴിക്കാനിരുന്നത് ഈ പയ്യനെയാ. ഓ, അപ്പൊ അതല്ല ഇത്. മൊത്തം കൺഫ്യൂഷൻ ആക്കിയല്ലോ.
ആട്ടെ, ഈ മരിച്ചയാളെ അവസാനമായി കണ്ടതാരാ? അത് അപ്പുവാ. അപ്പോ അതാരാ? അപർണ, ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകളാ. അവളുമായിട്ടാ ജൂഡിന്റെ മാരേജ് ഉറപ്പിച്ചിരുന്നത്. ഓ, ഇപ്പൊ ക്ലിയറായി. ആ കൺഫ്യൂഷൻ അങ്ങ് മാറി. അവരിപ്പോ എവിടെ ഉണ്ട്? അവര് ഇന്ന് രാവിലെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഹലോ, ആ എന്താ സാറേ? അതെ 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 അതെ. ആ ശരി സാർ, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. മോളെ, നിഖിലിനെ വിളിച്ചിട്ട് കിട്ടിയോ? അറിഞ്ഞു. ഫ്രണ്ട്സിനെ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടത് ഇപ്പോഴാ. അവൻ അറിഞ്ഞോ മോളെ? ഞാൻ പറഞ്ഞപ്പോഴാ അറിയുന്നത്. ഇപ്പൊ വരും. ഞാൻ ഇവിടെ ഒന്ന് മുറി കൊണ്ടുപോയി കിടത്തിയിട്ട് വരാം. ആഹാ, അച്ഛാ, ദേ ഇവളെന്താ കുഞ്ഞുവാവയാണോ? ഒരു താരാട്ടുപാട്ടും കൂടി പാടി കൊടുക്കണമായിരിക്കും. വലിയ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാ. അവൾ അവിടെ വലിയ ഓടി നടപ്പായിരുന്നല്ലോ, അതിന്റെ ക്ഷീണം കാണും. അമ്മയുടെ ഭാഷയെ പറഞ്ഞാലേ കെട്ടിച്ചു വിടാൻ പ്രായമായ കുട്ടി. നീ അങ്ങനെ അമ്മയുടെ വാലയെ തൂങ്ങി നടക്കണ്ട. ഇങ്ങ് വാടി. ഇവളെ ഒന്ന് സ്മാർട്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇത് പിടിച്ചേ. ആ ചെല്ല്. ദാ നടക്ക് നടക്ക് ചെല്ല്. മോളു, നിനക്ക് എന്നോട് ദേഷ്യമാണോ? എനിക്കറിയാം, ദേഷ്യമായിരിക്കും. ഈ ബാഗ് രണ്ടും നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സുകളാ. ഇതൊക്കെ ഒന്ന് അലക്കണം. മോളും ആ പണ്ടത്തെ ശീലം അങ്ങോട്ട് വിട്ടിട്ടില്ലല്ലേ? അമ്മയുടെ സാരിത്തുമ്പെ പിടിച്ചു തന്നെയാ ഇപ്പോഴും നടത്തം. ഈ സ്വഭാവം മാറിയില്ലെങ്കിൽ കെട്ടിച്ചു വിടുന്ന കൊച്ചന്റെ കാര്യം ഗതികേടാവേ. ആ പിന്നെ തന്നെ കണ്ണട ഒരെണ്ണം ഉടനെ വാങ്ങണം. ഇല്ലേ പിന്നെ തലവേദനയും കണ്ണുവേദനയും ഒക്കെ ആയിട്ട് പ്രശ്നമാകും. ഫ്രെയിം സെലക്ട് ചെയ്യാൻ ഞാനും കൂടെ വരാം. തനിക്കിപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതലാ ഗൗരവം. ആ കണ്ണടയും കൂടായിരുന്നു അതിനൊരു കാരണം. ഞാൻ കൂടെ വന്നൊരു നല്ല ഫ്രെയിം അങ്ങ് സെലക്ട് ചെയ്യാം. വയസ്സുകാലത്ത് ഇത്തിരി സ്റ്റൈലായിട്ടൊക്കെ നടക്കണോ? ഏതായാലും അപ്പുവിൻ്റെ മാരേജിന് നമുക്ക് സാവകാശം ഉണ്ടല്ലോ. ആ സ്ഥിതിക്ക് ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ കറിയാച്ചൻ്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കും അതൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. കറിയാച്ചൻ കോഴിക്കോട്ടേക്ക് എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോഴിക്കോടോ? ആ അവിടെ ബാബുക്കാട് ഒരു ഫംഗ്ഷനിലാണേ. കറിയാച്ചൻ അങ്ങോട്ട് വന്നോളും. മഹിയേട്ടനെപ്പോ എത്ര ദിവസത്തേക്കാ? ഫംഗ്ഷൻ ഒറ്റ ദിവസമാ. കറിയാച്ചൻ്റെ കൂടെ എത്ര ദിവസം ഇരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അവർക്കാകെ 4 പാട്ടാ വേണ്ടത്. ഞാൻ കുറേ കാലം കൂടിയല്ലേ പുറത്തൊക്കെ പോയി മ്യൂസിക് ചെയ്യുന്നത്. കുറച്ച് ദിവസം പിടിക്കും. ആ ഫോണെത്തി. ഇത് അവനായിരിക്കും ജൂഡ്. യാത്രയ്ക്ക് മുമ്പുള്ള പതിവ് വിളിയാ. ഹലോ, ആരാ? എപ്പോ? എവിടെ വെച്ച്? ആര്? ഏത് സുകുമാരനാര്? നിങ്ങൾ ഏത് നമ്പറിലാണ് വിളിച്ചത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടൊന്നും അല്ലിത്. ആ നമ്പരും അല്ലിത്. ഓ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല. റോങ് നമ്പരാ. ആ എന്നാൽ ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാം. 8 മണിക്ക് കാറ് വരുമെന്നാണ് പറഞ്ഞേ. ഇവിടുന്ന് വിജയനും സേതുവും ഒക്കെ ഉണ്ടായിരിക്കും. യാത്ര കാറിലാകുമ്പോൾ അതൊരു സുഖമാണ്. കഥയും കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോവാം. ഡോ, നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്ര പോകണം.
ഒരു പ്ലഷർ ട്രിപ്പ് കുറച്ച് ദിവസത്തേക്ക്. ഞാനും നീയും നമ്മുടെ മക്കളും ജൂഡും ശ്രീദേവിയും മീനാക്ഷി നിഖിലും എല്ലാവരും വേണം. കുറച്ച് ദിവസം സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച്. എന്താ? ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ ഉള്ളിൽ വേദനിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും സങ്കടം വന്നു. നിങ്ങൾ അവസാനമായി കണ്ടെന്ന് പറഞ്ഞ കുട്ടിയുടെ പേരെന്ന്? അപ്പു. ഞാൻ അമ്മയെ തോൽപ്പിച്ചു, വേദനിപ്പിച്ചു എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടാവും. തോന്നുമായിരിക്കും, ശരിയാ. നമ്മുടെ അമ്മ പാവമാ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വാശി പിടിച്ച് നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം അങ്ങ് സമ്മതിച്ചു തരില്ലല്ലോ. ഈ കാണിക്കുന്നതൊക്കെ ഉള്ളൂ. ശരിക്കും നമ്മുടെ അമ്മ ഒരു പാവമാ. നമ്മളോട് ഒരുപാട് സ്നേഹ. എല്ലാവരുടെ അടുത്തും അമ്മ ഇപ്പൊ ജൂഡിനെ പറ്റി നല്ലത് മാത്രമാണ് പറയുന്നത്. സന്തോഷത്തോടെ, അഭിമാനത്തോടെ പറയുന്നത്. ഇന്നലെ അവിടെ വന്നവരോടും പോയവരോടും ഒക്കെ അമ്മ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ജൂഡിന്റെ പാട്ടിനെ കുറിച്ച്, എന്ത് നല്ല പയ്യനാ, എനിക്ക് ജൂഡിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യ, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും അമ്മ ഉള്ളിൽ വേദനിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും സങ്കടം വന്നു. അമ്മയുടെ മനസ്സിൽ വേറെ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. മോളു, ഇനി നീ വേണം നമ്മുടെ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ. അല്ലെങ്കിലും നീ അമ്മയുടെ സ്വന്തം മോളും അല്ലേ, നീ അങ്ങനെ ചെയ്യും. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന, അമ്മ തിരഞ്ഞെടുക്കുന്ന ഒരു നല്ല പയ്യനെ വേണം നീ കല്യാണം കഴിക്കാൻ. എൻ്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ നീ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം. നീ വേണം നമ്മുടെ അമ്മയുടെ കൂടെ. എടാ മോളു, നീ കരയാൻ വേണ്ടിയല്ല ചേച്ചി ഇതൊക്കെ പറഞ്ഞത്. എടി പൊട്ടിപ്പെണ്ണെ, നീ എന്തിനാ കരയുന്നേ? കരയല്ലേ? എന്താ മോളു ഇത്? മോള് കരയാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാനും ജൂഡും ഞങ്ങള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോ അമ്മ സന്തോഷിക്കുള്ളൂ. ഞങ്ങള് ഹാപ്പി ആയിട്ട് ജീവിക്കും. ജൂഡ് പാവാ. ഇന്നലെ തന്നെ ഞാനാ എൻ്റെ അഹങ്കാരം കൊണ്ടാ ഉടക്കിയത്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എന്താ പറയാ, അവനോടുള്ള സ്നേഹം കൂടിക്കൂടി എനിക്ക് ഒരു തരം ഭ്രാന്താ. അവൻ അത്ര ആഗ്രഹിച്ചൊരു കാര്യം അവന് കിട്ടുമ്പോൾ ഞാൻ വെറുതെ ഉടക്കി. ചിലപ്പോൾ ഇതിന്റെ പേരിൽ അവൻ യാത്ര കൂടി മാറ്റിവെക്കും. ചേച്ചി കുറെ സോറിയൊക്കെ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറെ നാളായിട്ട് ചേച്ചി ഇതിന്റെ ടെൻഷനിൽ എല്ലാവരുടെ ഉടക്കിലായിരുന്നു, മോളൂനോടും അമ്മയോടും ഒക്കെ. ഇപ്പൊ എല്ലാം ശരിയായപ്പോ എന്റെ മോളൂനോടെല്ലാം തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. കരയല്ലേ മോളു, എന്റെ മോളു അല്ലേ. മോള് സുന്ദരി കുട്ടിയായിട്ടിരുന്നേ, കരയല്ലേ. ചേച്ചി പോയി ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, ഉമ്മ. എൻ്റെ മോള് സുന്ദരിയായിട്ട് പോയി കിടന്ന് ഉറങ്ങണേ. ഗുഡ് നൈറ്റ്.
ശ്രമിച്ചാലും ആരൊക്കെ ചോദിച്ചാലും ഈ പറഞ്ഞതിൽ നിന്ന് നീ പിന്മാറരുത്. എന്തിനമ്മ നമുക്ക് ഈ ടെൻഷനും പ്രശ്നമൊക്കെ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരെയാ? അപ്പോഴേ നിങ്ങൾ അവസാനമായി കണ്ടെന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് അപ്പു. അതിന്റെ ഒറിജിനൽ പേര് പറയൂ. അപർണ. ആ കുട്ടിയെ ഒന്ന് വിളിക്ക്. കരയാതെ മീനു. അപ്പൊ എന്തായി, കിട്ടിയോ? എടുക്കുന്നില്ല സർ. ആ ഇതൊക്കെയാ കുഴപ്പം. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. മോളെ, നീ എണീറ്റൊന്ന് കുളിക്കേ, ക്ഷീണം മാറട്ടെ. നീ പേടിക്കണ്ട, ഇവിടേക്ക് ആരും വരത്തില്ല. ആരും നമ്മളോടൊന്നും ചോദിക്കില്ല. ചോദിച്ചാൽ തന്നെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കൊന്നും അറിയത്തില്ല. ഏതായാലും അവൻ്റെ മൊബൈൽ ഇനി ആർക്കും കിട്ടത്തില്ല. അതിലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ പോയില്ലേ? അപ്പൊ പിന്നെ അത്രയേ ഉള്ളൂ. നീ ആരെയും വിളിച്ചിട്ടില്ല, നിനക്ക് ആരെയും അറിയേയില്ല. നിനക്കിങ്ങനെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഇല്ല, അയാൾ ഇവിടെ വന്നിട്ടുമില്ല. എത്ര ശ്രമിച്ചാലും ആരൊക്കെ ചോദിച്ചാലും ഈ പറഞ്ഞതിൽ നിന്ന് നീ പിന്മാറരുത്. എല്ലാ കാര്യവും അമ്മ നോക്കിക്കൊള്ളാം. നീ ഒന്നിനെ കുറിച്ച് ഓർത്തും വറി ചെയ്യണ്ട. എന്തിനാ അമ്മ നമുക്ക് ഈ ടെൻഷനും പ്രശ്നമൊക്കെ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരെയാ? നമ്മളിതങ്ങ് തുറന്നു പറഞ്ഞ എന്താ കുഴപ്പം? അവനല്ലേ നമ്മളെ ചീറ്റ് ചെയ്തത്, അവനല്ലേ എന്നെ അറ്റാക്ക് ചെയ്തത്. ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയല്ലേ ഞാൻ അത് പറഞ്ഞാ പോരെ എവിടെയാണെങ്കിലും? വേണ്ട, നിനക്കറിയില്ല ഒരു കേസ് വന്നാ അതെന്തായി തീരുമെന്ന്. നിന്നെ അങ്ങനെ ഒരു പോലീസിനും കോടതിക്കും വിട്ടുകൊടുക്കാൻ ഈ അമ്മയ്ക്ക് പറ്റത്തില്ല. നീ വിളിച്ചിട്ട് അവൻ അവിടെ വന്നത്. കോടതിയും പോലീസും ഒക്കെ അതെങ്ങനെ കാണുമെന്ന് നമുക്കറിയില്ല. നിന്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് അവര് പറയും. അങ്ങനെയാവും വാദിക്കുക. അവന്റെ സിസ്റ്റർ ട്രീസ അവരൊക്കെ കൂടി കോടതിയിലിട്ട് നിന്നെ കൊത്തിപ്പെറുക്കും.